ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ബാക്കി പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നെർവ്സിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും പിന്നെ വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഇൻസെക്ട് നെർവസ് സിസ്റ്റം. ഈ സ്ട്രക്ചർ ഓഫ് ദി ഇൻസെക്ട് നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ എന്ന് പറയുന്നത് 3 ഗാംഗ്ലിയൻസ് അല്ലെങ്കിൽ 3 നെർവ് സെൻറ്റേഴ്സ് ഒരുമിച്ച് ചേരുന്നതാണ്. 3 പെയർസ് ഓഫ് നെർവ് സെൻറ്റേഴ്സ് ഒരുമിച്ച് ചേരുന്നതിനെയാണ് ഇൻസെക്ട് ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ പോലത്തെ ഒരു കോംപ്ലക്സ് ബ്രെയിൻ സ്ട്രക്ചർ ഒന്നുമില്ല, ജസ്റ്റ് നെർവ്സിൻ്റെ കൂട്ടായ്മയാണ് ആ ബ്രെയിൻ എന്ന് പറയുന്നത്. അത് 3 പെയർസ് ഓഫ് ഗാംഗ്ലിയ ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ എന്ന് പറയുന്ന വേറൊരു പേരാണ് സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയൻ. അതുപോലെ തന്നെ ഗാംഗ്ലിയാസ് ആണ് ഈ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനും കാര്യങ്ങളിലും എല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. 4th to 6th ganglia unite into the sub-esophageal ganglion and the remainder of the ganglia is called the ventral nerve cord. ഇതാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗാംഗ്ലിയൻസ് കാണാം. ഓക്കെ, ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗാംഗ്ലിയൻസ് കാണാം. ഇവിടെ ഇതാണ് ഇൻസെക്ട് ബ്രെയിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇൻസെക്ട് ബ്രെയിൻ വിച്ച് ഈസ് ദി സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയൻ. അത് 3 പെയർസ് ഓഫ് ഗാംഗ്ലിയൻസ് എന്ന് പറഞ്ഞാൽ നെർവ് സെൻറ്റേഴ്സാണ്. ഈ 1, 2, 3 എഴുതിയിരിക്കുന്ന പോലെ നെർവ് സെൻറ്റേഴ്സാണ്. അങ്ങനെയുള്ള ഗാംഗ്ലിയൻസ് ഫ്യൂസ് ചെയ്തിട്ട് 3 പെയർ ഫ്യൂസ് ചെയ്തിട്ടാണ് ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വരുമ്പം അവിടെ സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയൻ എന്ന് പറയുന്നൊരു സ്ട്രക്ചറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വരുമ്പം തൊറാസിക് ഗാംഗ്ലിയൻ ആണ്. അത് പ്രോതൊറാക്സിൽ ഒരെണ്ണം, മീസോതൊറാക്സിൽ ഒരെണ്ണം, മെറ്റാതൊറാക്സിൽ ഒരെണ്ണം, 3 എണ്ണം ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അബ്ഡോമിനൽ ഗാംഗ്ലിയൻ വിച്ച് ഇസ് 6 in number. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ കോഡൽ ഗാംഗ്ലിയൻ. അപ്പം ഈ പറയുന്ന ഈ സാധനമാണ് വെൻട്രൽ നെർവ് കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ ബ്രെയിൻ ഉണ്ടാവും, പിന്നെ ഒരു ഈസോഫാജിയൽ ഗാംഗ്ലിയൻ, തൊറാസിക് ഗാംഗ്ലിയൻ, അബ്ഡോമിനൽ ഗാംഗ്ലിയൻ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇൻസെക്ട് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻസെക്ട് നെർവസ് സിസ്റ്റത്തിന് 3 പാർട്സ് ആയിട്ട് നമുക്ക് തിരിക്കാം, 3 സിസ്റ്റംസ് ആയിട്ട് തിരിക്കാം. അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊരു സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഒരു പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇൻസെക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എക്സ്ട്രാ ഒരു സിസ്റ്റം കൂടെ ഉണ്ട് വിച്ച് ഈസ് ദ വിസറൽ നെർവസ് സിസ്റ്റം. അങ്ങനെ 3 സിസ്റ്റംസ് ആണ് ഇൻസെക്ട് നെർവസ് സിസ്റ്റത്തിൽ ഉള്ളത്: സെൻട്രൽ നെർവസ് സിസ്റ്റം, വിസറൽ നെർവസ് സിസ്റ്റം ആൻഡ് ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. ആദ്യം നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഇറ്റ് കണ്ടെയ്ൻസ് ഡബിൾ സീരീസ് ഓഫ് നെർവ് സെൻറ്റേഴ്സ്. ഈ നെർവ് സെൻറ്റേഴ്സാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഈ നെർവ് സെൻറ്റേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാക്സ് ആണ് എന്നുണ്ടെങ്കിൽ, നെർവ് ഫൈബേഴ്സിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാക്സ് ആണെങ്കിൽ അതിന് നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറയും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കണക്റ്റീവ്സിനെ. ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഈ ബ്രെയിനെ സബ് ഈസോഫാജിയലിനെയും കൂടി കണക്ട് ചെയ്യുന്ന കണക്റ്റീവാണ് സർക്കം ഈസോഫാജിയൽ കണക്റ്റീവ്. നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, കണക്റ്റീവ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഗാംഗ്ലിയൻസിനെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കണക്റ്റീവ്സ്. ഇനി അതിനെ ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്വേഴ്സ് ട്രാക്സ് ഓഫ് നെർവ് ഫൈബേഴ്സ് ആർ കോൾഡ് കമ്മിഷ്വേഴ്സ്. So, the nerve centers are connected by longitudinal tracts of nerve fibers called conductors and transverse tracts of nerve fibers called commissures. ഇത് നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ്. വാട്ട് ഈസ് എ കണക്റ്റർ ആൻഡ് വാട്ട് ഈസ് എ കമ്മിഷ്യർ? ദാറ്റ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ ഫോളോയിങ് തിങ്സ്. ആദ്യം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബ്രെയിൻ തന്നെയാണ്, വിച്ച് ഈസ് ദി സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയൻ. It is formed by the fusion of first 3 cephalic neuromeres അല്ലെങ്കിൽ ഗാംഗ്ലിയ. ആദ്യത്തെ 3 സെഫാലിക് ന്യൂറോമിയേഴ്സ് ചേർന്നിട്ടാണ്, ഫ്യൂസ് ചെയ്തിട്ടാണ് ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത്. It is the main sensory center of insects and it controls the insect behavior. ഇൻസെക്ട്സിൻ്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ ആണ്.
ഈ ബ്രെയിനിന് 3 പാർട്സ് ഉണ്ട്. അതിന് 3 പാർട്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രോട്ടോസെറിബ്രം, ഡ്യൂട്ടോസെറിബ്രം ആൻഡ് ട്രിറ്റോസെറിബ്രം. പ്രോട്ടോസെറിബ്രം, ഡ്യൂട്ടോസെറിബ്രം ആൻഡ് ട്രിറ്റോസെറിബ്രം. ഓക്കെ, ഇനി ഇത് ഈ 3 ആൾക്കാർക്കും 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഇമ്പൾസ് വരുന്നത്. ഇവരെല്ലാം ഇമ്പൾസ് അനാലിസിസ് നടത്തുക എന്നുള്ളതാണല്ലോ നെർവസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പാർട്സിനും, ഈ ബ്രെയിനിൻ്റെ ഈ 3 പാർട്സിനും നെർവ് ഇമ്പൾസ് കിട്ടുന്നത് 3 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിൽ നിന്നാണ്. അപ്പോൾ പ്രോട്ടോസെറിബ്രത്തിന് നെർവ് ഇമ്പൾസസ് കിട്ടുന്നത് കോമ്പൗണ്ട് ഐസിൽ നിന്നും ഓസെല്ലയിൽ നിന്നുമാണ്. ഇറ്റ് ഇന്നർവേറ്റ്സ് വിത്ത് ദി കോമ്പൗണ്ട് ഐസ് ആൻഡ് ഓസെല്ലി. ഇതാണ് പ്രോട്ടോസെറിബ്രം എന്ന് പറയുന്നത്. അപ്പം ഐയുടെ ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രോട്ടോസെറിബ്രം ആണ്. ട്യൂട്ടോസെറിബ്രം റിസീവ്സ് നെർവ്സ് ഫ്രം ദി ആൻറ്റിന. ആൻറ്റിനയുടെ ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ട്യൂട്ടോസെറിബ്രമാണ്. ആൻഡ് ട്രിറ്റോസെറിബ്രം റിസീവ്സ് ദ നെർവ്സ് ഫ്രം ദി ഫ്രോണ്ടൽ ഗാംഗ്ലിയൻ ആൻഡ് ദി ലേബ്രം. അപ്പം ലേബ്രം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ട്രിറ്റോസെറിബ്രമാണ്. അപ്പം പ്രോട്ടോസെറിബ്രം ഇന്നർവേറ്റ്സ് വിത്ത് ദി കോമ്പൗണ്ട് ഐസ് ആൻഡ് ഓസെല്ലി. Deutocerebrum innervates with the antenna and tritocerebrum innervates with the labrum. Okay, ഇതാണ് ബ്രെയിൻ. സോ ഇതാണ് ബ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പ്രോട്ടോസെറിബ്രം കാണാം, ദെൻ ഡ്യൂട്ടോസെറിബ്രം ഉണ്ട്, ട്രിറ്റോസെറിബ്രം ഉണ്ട്. അപ്പോൾ പ്രോട്ടോസെറിബ്രത്തിന് ഇമ്പൾസസ് കിട്ടുന്നത് ഈ ഒപ്റ്റിക് കണ്ണിൽ നിന്നാണ് കിട്ടുന്നത്, ഐസ് ആൻഡ് ദി ഓസെല്ലി. Deutocerebrum antenna and tritocerebrum is with the labrum and the frontal ganglion. Frontal ganglion എന്ന് പറയുന്നത് ഇത് ഈ ഒരു പോർഷനിൽ കാണുന്നതാണ് ഫ്രോണ്ടൽ ഗാംഗ്ലിയൻ. ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഫേഷ്യൽ ഇതായിട്ടുള്ളതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഫ്രോണ്ടൽ ഗാംഗ്ലിയൻ ആയിരിക്കും. അപ്പോൾ അതും ഈ ട്രിറ്റോസെറിബ്രം ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ ബ്രെയിനാണ് മേജർ നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബ്രെയിനാണ്. അതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ദെൻ കംസ് ദി വെൻട്രൽ നെർവ് കോഡ്. വെൻട്രൽ നെർവ് കോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയൻ ചെയിൻ ഓഫ് സെഗ്മെൻ്റൽ ഗാംഗ്ലിയ ബിനീത്ത് ദി ഈസോഫാഗസ്. ഈസോഫാഗസ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ അതാണ് വെൻട്രൽ നെർവ് കോഡ്. നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ കണ്ടായിരുന്നു അല്ലേ, ഇതാ ഈ കാണുന്ന ഈ ഒരു ലൈൻ മൊത്തത്തിലാണ് നമ്മൾ വെൻട്രൽ നെർവ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻട്രൽ നെർവ് കോഡിൻ്റെ ഭാഗമായിട്ടാണ് തൊറാസിക് ഗാംഗ്ലിയനും അബ്ഡോമിനൽ ഗാംഗ്ലിയനും എല്ലാം വരുന്നത്. ഇതിനെ നമ്മൾ വെൻട്രൽ നെർവ് കോഡ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇൻസെക്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഇപ്പോൾ നമ്മൾ കോക്രോച്ചിൻ്റെയൊക്കെ ഹെഡ് കളഞ്ഞു എന്ന് വിചാരിക്കുക, അതിൻ്റെ ഹെഡ് റിമൂവ് ചെയ്തെങ്കിലും ഈ ഇൻസെക്ട്സിന് പിന്നെയും സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് അതിൻ്റെ നെർവൽ കണക്ഷൻസ് എല്ലാം ബ്രെയിൻ അല്ല അതിൻ്റെ നെർവ് കൺട്രോൾ നടത്തുന്നത്. ഈ നെർവ് കോഡാണ് ഇൻസെക്ട്സിൻ്റെ ഈ നെർവസ് ഇമ്പൾസ് ട്രാൻസ്ഫറും കൺട്രോളും എല്ലാം ചെയ്യുന്നത് നെർവ് കോഡാണ്. അപ്പോൾ ബ്രെയിൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ നെർവ് കോഡും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബ്രെയിൻ പോയാലും നെർവ് കോഡ് ഉള്ളത് കൊണ്ട് ഇൻസെക്ട്സിന് കുറച്ച് കാലം കൂടി സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇൻസെക്ട്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ദെൻ കംസ് ദി സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയൻ. സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയൻ ബ്രെയിനിന് താഴെ വരുന്നത്, ബ്രെയിനിൽ നിന്ന് നേരെ വരുന്നത് സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയനിലേക്കാണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ലാസ്റ്റ് 3 സെഫാലിക് ന്യൂറോൺസ്. ഓക്കെ, ഫസ്റ്റ് ത്രീ പെയേഴ്സ് ആണ്. ഫസ്റ്റ് 3 പെയേഴ്സ് ഓഫ് സെഫാലിക് ന്യൂറോമിയൻസ് ഫ്യൂസ് ചെയ്തിട്ടാണ് ബ്രെയിൻ ഉണ്ടാവുന്നത്. ലാസ്റ്റ് 3 സെഫാലിക് ന്യൂറോമിയൻസ് ഫ്യൂസ് ചെയ്തിട്ടാണ് സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയൻ ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഇന്നർവേറ്റ്സ് വിത്ത് ദി മാൻഡിബിൾസ്, മാക്സില്ലൈ ആൻഡ് ദ ലേബിയം. മൗത്ത് കൺട്രോൾ ചെയ്യുന്നത് സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയൻ ആണ്. മൗത്തിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെയും കൺട്രോൾ ചെയ്യുന്നത് സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയൻ ആണ്. സോ ഇറ്റ് ഇന്നർവേറ്റ്സ് വിത്ത് ദി മൗത്ത് പാർട്സ് ഓഫ് മാൻഡിബിൾസ്, മാക്സില്ലൈ ആൻഡ് ദി ലേബിയം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെൻട്രൽ നെർവ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയൻ ബ്രെയിനിൻ്റെ പാർട്ടാണെന്ന് എനിക്ക് പറയാം. കാരണം ബ്രെയിനിന് മൊത്തം 6 പെയേഴ്സ് ഓഫ് സെഫാലിക് ന്യൂറോമിയേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ 3 സെഫാലിക് ന്യൂറോമിയേഴ്സ് വെച്ചിട്ടാണ് ബ്രെയിൻ ഫോം ചെയ്യുന്നത്. പിന്നെ താഴെ വരുന്നിട്ട് ബാക്കിയുള്ള 3 പെയേഴ്സിനെ വെച്ചിട്ടാണ് സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയൻ ഫോം ചെയ്യുന്നത്.
പിന്നെ അങ്ങോട്ട് വരുന്നതെല്ലാം വെൻട്രൽ നെർവ് കോഡിൻ്റെ പാർട്സാണ്. അതിലാദ്യം വരുന്നതാണ് തൊറാസിക് ഗാംഗ്ലിയ. ഇപ്പോൾ തൊറാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ലോക്കോമോഷൻ. ഇൻസെക്റ്റിൻ്റെ ലോക്കോമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് തൊറാക്സ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ തൊറാസിക് ഗാംഗ്ലിയ എന്ന് പറയുന്നത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എന്തിനായിരിക്കും, അല്ലെങ്കിൽ അതിന് ഇമ്പൾസ് ലഭിക്കുന്നത് ഈ തൊറാസിക് അപ്പൻഡേജസ് ആയിട്ടുള്ള ലെഗ്സ് ആൻഡ് മസിൽസ്. So it is 3 pairs found in the respective thoracic segments. It is the largest ganglia. Thoracic ganglia ആണ്. It is the largest ganglia and it innervates with the legs and the muscles. ലെഗ്സും മസിൽസും ആയിട്ടാണ് അവിടുന്ന് ഉള്ള നെർവ്സും ആയിട്ടാണ് അത് ഇന്നർവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദി അബ്ഡോമിനൽ ഗാംഗ്ലിയ. അബ്ഡോമിനൽ ഗാംഗ്ലിയ ഈസ് 8 pairs ഉണ്ടാവും. അത് ഓരോ ഇൻസെക്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലതിൽ 6 pairs ആയിരിക്കും, ചിലതിൽ 8 ആയിരിക്കും. സോ 6 to 8 ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 8 pairs and number varies due to the fusion of the ganglia. ചിലപ്പോൾ 2, 3 ഒക്കെ ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ 6 എണ്ണം ഒക്കെ കാണുള്ളൂ. ആൻഡ് ഇറ്റ് ഇന്നർവേറ്റ്സ് വിത്ത് ദി സ്പൈറക്കിൾസ്. ആൻഡ് യു നോ സ്പൈറക്കിൾസ് എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഓപ്പണിംഗ് ആണ് സ്പൈറക്കിൾസ്. അപ്പോൾ സ്പൈറക്കിൾസ് അബ്ഡോമനിൽ 8 എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഗാംഗ്ലിയ 8 എണ്ണം ഉള്ളത്, 8 pairs, and it innervates with the spiracles. Next is the thoraco-abdominal ganglia. Thoracic and abdominal ganglia are fused to form a single compound ganglia. ചില ഇൻസെക്ട്സിൽ തൊറാസിക് ഗാംഗ്ലിയയും അബ്ഡോമിനൽ ഗാംഗ്ലിയയും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കോമ്പൗണ്ട് ഗാംഗ്ലിയനായിട്ട് ഫോം ചെയ്യും. അങ്ങനെ വരുന്ന അത് ഇന്നർവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് ഇമ്പൾസ് ലഭിക്കുന്നത് ജെനൈറ്റൽ ഓർഗൻസ്, അതായത് റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നിന്നും, ആൻഡ് സെർസെ എന്താണെന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാണ് തൊറാക്കോ അബ്ഡോമിനൽ ഗാംഗ്ലിയ. അപ്പോൾ ഇത്രയും ഗാംഗ്ലിയൻസ് ചേർന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിൻ ഉണ്ട്, ദാറ്റ് ഈസ് ദ സുപ്രായിസോഫാജിയൽ ഗാംഗ്ലിയൻ, പിന്നെ subesophageal ganglion, thoracic ganglion, abdominal ganglion and thoraco-abdominal ganglion. ഈ thoracic ganglionum abdominal ganglionum thoraco-abdominal ganglionum ചേർന്നിട്ടാണ് വെൻട്രൽ നെർവ് കോഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് ദി ഇൻസെക്ട്. നെക്സ്റ്റ് കമ്മിങ് ടു ദി വിസറൽ ഓർ ദി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. വിസറൽ ഓർ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. It innervates with the fore and middle intestine and the heart. അതായത് ഡൈജഷൻ അല്ലെങ്കിൽ അലിമെൻ്ററി കനാലിൻ്റെ ഫങ്ഷൻസ് എല്ലാം നിയന്ത്രിക്കുന്നത് വിസറൽ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ആൻഡ് ഇറ്റ് ഹാസ് 3 സബ് സിസ്റ്റംസ്. 3 സബ് സിസ്റ്റംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദി സ്റ്റോമോഡിയൽ ഓർ സ്റ്റോമോഗാസ്ട്രിക് വിസറൽ സിസ്റ്റം. Stomodial or stomogastric system. Frontal ganglion lies above the esophagus and controls the foregut. Okay, frontal ganglion എന്താണെന്ന് ഞാൻ നേരത്തെ സ്ലൈഡിൽ കാണിച്ചു. And it controls the foregut of the insects. The frontal ganglion gives off the frontal nerve which passes to the clypeus. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. സ്റ്റോമോഡിയൽ അല്ലെങ്കിൽ സ്റ്റോമോഗാസ്ട്രിക് സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രോണ്ടൽ ഗാംഗ്ലിയനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നെക്സ്റ്റ് ഇസ് ദി വെൻട്രൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ദി കോഡൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ആദ്യത്തേത് സ്റ്റോമോഡിയൽ ഓർ സ്റ്റോമോഗാസ്ട്രിക് നെർവസ് സിസ്റ്റം, then ventral sympathetic അല്ലെങ്കിൽ ventral visceral nervous system and caudal sympathetic അല്ലെങ്കിൽ caudal visceral nervous system. ഈ caudal sympathetic nervous system എന്ന് പറയുന്നത് it arises from the caudal എന്ന് പറഞ്ഞാൽ tail region എന്നാണ് അർത്ഥം. caudal means tail region. അപ്പോൾ it arises from the posterior compound ganglion of the ventral nerve cord. ventral nerve cordന്റെ posterior ഏറ്റവും അവസാനത്തെ ഗാംഗ്ലിയനിൽ നിന്നാണ് ഈ കോഡൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇന്നർവേറ്റ്സ് വിത്ത് ദി റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ദി ഗട്ട്. ടുഗെദർ ദ nerves and ganglia of these subsystems innervate the anterior and posterior gut, several endocrine organs like corpora cardiaca and corpora amblyta, the reproductive organs and the tracheal system including the spiracles. Okay,
അപ്പം ഈ വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയാണ് അതിന് നെർവ് ഇമ്പൾസ് കിട്ടുന്നത്? ഇറ്റ് ഇനർവേറ്റ്സ് വിത്ത് ദി ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഗട്ട്. ഫോർ ഗട്ടിൽ നിന്നും ഹൈൻഡ് ഗട്ടിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടും. സെവറൽ എൻഡോക്രൈൻ ഓർഗൻസ്, ഇൻസെക്ട്സിൻ്റെ എൻഡോക്രൈൻ ഓർഗൻസ് ആണ് കോർപ്പോറ കാർഡിയാക്ക ആൻഡ് കോർപ്പോറ അലേറ്റ. ഇൻസെക്ട്സിന് മോൾട്ടിങ്ങിന് വേണ്ട ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഹോർമോണൽ ബാലൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ എൻഡോക്രൈൻ ഓർഗൻസ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, പേര് മാത്രം പഠിച്ചിരുന്നാൽ മതി. ഇൻസെക്റ്റിൻ്റെ എൻഡോക്രൈൻ ഓർഗൻസ് ആണ് കോർപ്പോറ കാർഡിയാക്ക ആൻഡ് കോർപ്പോറ അലേറ്റ. Then comes the reproductive organs and the tracheal system including the spiracles. ഇത്രയും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എല്ലാം ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നെല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ആരാണ്? വിസറൽ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് കമ്മിങ് ടു ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. The peripheral nerves radiating from the ganglion are made up of large numbers of axons. Okay, and it consists of all the motor neuron axons that radiate to the muscles from the ganglia of the CNS. അതായത് ഇപ്പോൾ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എടുത്താലും വിസറൽ നെർവസ് സിസ്റ്റം എടുത്താലും രണ്ടുപേരും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? ഇനി ഇൻഫർമേഷൻ കളക്ട് ചെയ്തു, അത് അനലൈസ് ചെയ്തു, ഇനി അതിനെ തിരിച്ച് ആക്ഷൻ ആക്കണം. തിരിച്ച് മോട്ടോർ ന്യൂറോൺസ്, ഇപ്പോൾ സെൻസറി ന്യൂറോൺസ് വഴി ഇൻഫർമേഷൻ നമ്മുടെ മെയിൻ സിസ്റ്റത്തിലെത്തി. അവിടെ നിന്ന് ഇനി അത് റിട്ടേൺ ഇമ്പൾസായി, അതായത് ഇൻഫർമേഷൻ വന്നു, ആ ഇൻഫർമേഷൻ നമ്മൾ ആക്ഷൻ ആക്കി മാറ്റണം. ആ ആക്ഷൻ എന്ന് പറയുന്നത് ഈ നെർവസ്, ആ ആക്ഷൻ്റെ ഇമ്പൾസ് പോകുന്നത് മോട്ടോർ ന്യൂറോൺസ് വഴി പോകുന്നതാണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഇപ്പം ഇൻസെക്ട്സിന്, അല്ലെങ്കിൽ നമ്മുടെ കേസസിൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ചൂടുള്ള സാധനത്തിൽ തൊട്ടു, അപ്പോൾ ആ ചൂടാണ് എന്നുള്ള ഇമ്പൾസ് ബ്രെയിനിലെത്തുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തി. അപ്പോൾ ഇൻസെക്ട്സിൻ്റെ കേസസിൽ അങ്ങനെ തന്നെ, അത് ചെന്നൊരു ചൂടുള്ള സാധനത്തിൽ തൊടുകയാണെങ്കിൽ ആ ചൂടാണ് എന്ന് പറയുന്ന ഇമ്പൾസ് പോകുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ആ പ്രോസസ്സിംഗ് സെൻറ്ററിലേക്ക് പോകുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനും വിസറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനും. അവിടെ നിന്ന് അതിന് മാറിപ്പോകണം എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആളാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Okay, so the peripheral nervous system consists of all the motor neuron axons that radiate to the muscles from the ganglia of the CNS and the stomoidal nervous system, plus the sensory neurons of the cuticular sensory structures that receive mechanical, chemical, thermal, or visual stimuli from an environment. അതായത് ആ കിട്ടുന്ന ഇമ്പൾസിനെ ആക്ഷൻ ആക്കി മാറ്റുന്ന ഫംഗ്ഷനാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റേത്. അപ്പം ഇത്രയുമാണ് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ.